ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് ഡേയിലെ കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതും കൂടി ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ കോണ്ടൻറ്റും കൂടി നമ്മുടെ ഇങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ടോക്കും കൂടി ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 11 ആയിട്ടുള്ളൊരു സമയമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് നെല്ലിക്ക ജ്യൂസ് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് കുടിക്കുകയാണ്. നമ്മുടെ രാവിലെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ബ്രേക്ക് എടുക്കുമല്ലോ, ആ ഒരു ടൈമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ അപ്സ്റ്റേഴ്സിലോട്ട് വന്നേക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ എന്താ പറയുക, ബുക്ക് ഷെൽഫിൻ്റെ ഒരു റീലെടുത്തതാണ്. ഇത് നമ്മുടെ ചാനലിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് ഷെൽഫ് നമ്മൾ ഐക്യയിൽ വാങ്ങിയതാണ് കേട്ടോ. ഐക്യയിൽ നിന്ന് വാങ്ങിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ്. ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് ഷെൽഫാണ്. അല്ല, നമ്മൾ പോയി സെലക്ട് ചെയ്ത് ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് വന്നപ്പോഴത്തേനും നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറേ നാളായിട്ട് നമുക്ക് കുറേ ബുക്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ വെക്കാൻ നല്ലൊരു സ്ഥലം ഇല്ലാണ്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഫൈനലി നമുക്ക് ഒരു കറക്റ്റ് സ്പേസ് ആയപ്പോഴത്തേനും നല്ല സന്തോഷമുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വായന പുറകോട്ടാണ് കേട്ടോ. വായന വിചാരിച്ച പോലെ അങ്ങ് വായിക്കാൻ പറ്റുന്നില്ല. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മുകളിൽ നിന്നൊക്കെ വന്ന് താഴോട്ട് വന്ന് അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് അതൊക്കെ ഒന്ന് പ്ലേസിലെടുത്ത് വെക്കാനുണ്ട്. അപ്പം എൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇതൊരു ബ്രേക്ക് ടൈമാണ് കേട്ടോ. ബ്രേക്ക് ടൈമിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ വീണ്ടും വർക്കിന് പോവും. അപ്പോൾ ആ ഒരു ടൈമിലെ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ടബിലൊക്കെ എടുത്ത് വെക്കും കേട്ടോ. കുറച്ചധികം പാത്രങ്ങളുണ്ടാവും. നമുക്കിവിടെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്, അപ്പോൾ അതിനനുസരിച്ച് പാത്രങ്ങളും കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പാത്രങ്ങളൊക്കെ നമ്മുടെ ആ ഒരു എന്താ പറയുക, ട്രേ ഉണ്ടല്ലോ, നമ്മുടെ ഡിഷ് ഡ്രെയിനർ, അതിലും ഉണ്ടാവും പാത്രങ്ങൾ, എക്സ്ട്രാ പാത്രങ്ങൾ ഈ ഒരു ടബിലാക്കി വെക്കും. അപ്പം ഞാനത് പെട്ടെന്ന് തന്നെ എടുത്ത് വെക്കുകയാണ്. കാരണം ആ ഡിഷ് ഡ്രെയിനറിലാവുമ്പോൾ അത് കാറ്റ് കൊണ്ട് ഉണങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലാവുമ്പോൾ അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ ഈ ഇതിൽ പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ഡിഷ് വാഷറിലോട്ട് ലോഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് കാസറോളുണ്ട്, സാമ്പാർ, പിന്നെ മിക്സ്ഡ് മെഴുക്ക് വരട്ടി, ക്യാരറ്റ്, പൊട്ടറ്റോ, ബീൻസ് അങ്ങനെ എല്ലാം കൂടിയുള്ള മിക്സ്ഡ് മെഴുക്ക് വരട്ടി, പിന്നെ സ്പ്രിങ് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ലഞ്ചൊക്കെയാണ്. പിന്നെ എൻ്റെ ഒരു പണിയാണ് കേട്ടോ. ഈ ഒരു പണി ചെയ്യാമെന്നും കൂടി ഞാൻ വിചാരിക്കുന്നുണ്ട്. ബ്രേക്ക് ടൈം ആണ് എങ്കിൽ കൂടിയും കുറച്ച് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ് കുറച്ച് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഫ്രിഡ്ജ് കുറച്ചെങ്കിലും ഒന്ന് ക്ലീൻ ആക്കാം എന്ന് വിചാരിച്ചിട്ട് ആ ഫ്രിഡ്ജ് ഏരിയയില്ലേ അതൊന്ന് ക്ലീൻ ചെയ്യണം. നല്ല പോലെ എന്താ പറയുക, ക്ലട്ടേർഡ് ആയിട്ടുണ്ട് നമ്മുടെ ഫ്രിഡ്ജ്. അപ്പോൾ അതിൽ നിന്ന് സാധനങ്ങൾ എന്തെങ്കിലും എന്തായാലും ഉണ്ടാവും. സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി ഫ്രിഡ്ജ് ഒന്ന് തുടച്ച് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അത് ഞാൻ പെട്ടെന്ന് ചെയ്യട്ടെ. ഞാൻ വേറെ ലോഷനോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. മൈക്രോ ഫൈബർ ഉപയോഗിച്ചിട്ട് അതിനകത്ത് വെറുതെ വെള്ളം നനച്ചിട്ടാണ് തുടയ്ക്കുന്നത്. ഒരു പൊടിക്ക് വിനാഗിരിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പം നമ്മുടെ തട്ടുകളിലൊന്നും ലൈനേഴ്സ് യൂസ് ചെയ്യാറില്ല. എന്തുകൊണ്ടോ ലൈനേഴ്സ് ഇല്ലാത്തതാണ് എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആ ഷെൽഫുകളങ്ങ് തുടച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യാറ്.
അത് കുറച്ചുകൂടി കൺവീനിയൻറ്റോ എന്തോ ഒരു ഇഷ്ടം തോന്നുന്നത് ലൈനേഴ്സ് ഇല്ലാണ്ടാണ്. ഇനി പിന്നീട് മാറ്റുമോയെന്നൊന്നും അറിയത്തില്ല. തൽക്കാലം ഇപ്പം ലൈനേഴ്സ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ പരിമിതമായ സമയമുള്ളൂ. അതിൽ ഞാൻ നമ്മുടെ ഈ 3 തട്ടുകൾ ഞാൻ ആവശ്യമില്ലാത്ത ഡീക്ലട്ടറിങ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഇവിടുത്തെ ഒരു സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് നല്ല പോലെ സാധനങ്ങളുണ്ടാവും. ശരിക്കും വി നീഡ് എ ബിഗർ ഫ്രിഡ്ജ്. അപ്പോൾ ഫ്രിഡ്ജ് ഇപ്പോൾ തൽക്കാലം ഇഷ്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ന്യൂ ഹൗസ് ആണെങ്കിലും നമ്മൾ ഫ്രിഡ്ജ് മാറ്റാതിരുന്നത്. മാറ്റാമെന്നുള്ളൊരു പ്ലാനൊക്കെ വന്നിരുന്നു. എങ്കിൽ കൂടിയും ഈ ഫ്രിഡ്ജ് പിന്നെ ഇനി പാടാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ ഫ്രിഡ്ജ് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതാ ഫ്രിഡ്ജിൻ്റെ ഡോറ് കുറച്ച് സ്റ്റഫ്ഡാണ്. അപ്പോൾ അത് ചെയ്യാനുള്ളൊരു സമയം എനിക്കില്ല. അത് എന്തായാലും ബാക്കിയും കൂടി ചെയ്യാനുണ്ട്. തൽക്കാലം ഈ ഏരിയ ഓക്കെ ആയിട്ടുണ്ട്. വെജിറ്റബിൾ ട്രേ ഓക്കെ ആയിട്ടില്ല. അപ്പോൾ ഇത്രയും സമയമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി എന്താണ് പരിപാടി? ഇനി എനിക്ക് ലോണ്ട്രി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ മിക്കവാറും എന്തെങ്കിലും നേരത്തെ ലോണ്ട്രി അലക്കാനിട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ അതാവും. അപ്പോൾ പോയി ഒന്ന് വിരിച്ചിടും. ആ കൂട്ടത്തിൽ ഞാൻ കുറച്ച് തുണികൾ മടക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ലോണ്ട്രി റുട്ടീൻ. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ വന്ന് ഒരു ലോഡ് ലോണ്ട്രി ചെയ്യും. അപ്പോൾ ഉണങ്ങിയ തുണികളുണ്ടെങ്കിൽ അതത് സ്ഥാനത്ത് ഓരോരുത്തരുടെ ബാസ്ക്കറ്റ്സിലോട്ടൊക്കെ ആക്കി വിടും. അതിന് ശേഷം ഇപ്പോൾ ഈ ഒരു ടൈമിൽ വന്ന് നിവർത്തിയിടും. പിന്നെ ഏതെങ്കിലും ഒരു ബാസ്ക്കറ്റിൽ നിന്ന് തുണി മടക്കാനുള്ളത് മടക്കും. അപ്പോൾ എൻ്റെയും മോൻ്റെയും മിക്കവാറും ഞാനൊരു ബാസ്ക്കറ്റിലാണ് ഇടുക. അവൻ എന്തായാലും തുണി മടക്കാറില്ല. അപ്പം ഞാൻ ചെയ്യുമ്പോൾ ഞാനും അവൻ്റെയും കൂടി ഒരുമിച്ച് അങ്ങ് ഇരുന്ന് മടക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു കാര്യം എന്നാൽ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മുടെ ലൈഫ് സക്സസ്സിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് വെറുതെ പറഞ്ഞു പോവാം കേട്ടോ. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് മടിയായിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ നമ്മളത് അത്ര അങ്ങോട്ട് ഓർക്കാറില്ല. അപ്പോൾ എന്തായാലും ഇതൊരു റിമൈൻഡർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ഗോൾസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ന്യൂ ഇയർ ടൈം ഗോൾ സെറ്റിംഗ് ടൈമൊക്കെ ആയതുകൊണ്ട് ഇത് നല്ല റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പല കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടാവും. പക്ഷേ നമ്മുടെ മനസ്സിലത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഗോൾസൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് എഴുതി വെക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫൊക്കെ മാറി മറിയും. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക. ഗോൾസ് സെറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല, ഗോൾസിന് നമ്മളൊരു ഡെഡ് ലൈൻ ഇടാൻ വേണ്ടി നോക്കുക. ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഗോൾസ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്താ പറയുക, ഓരോ 6 മന്ത്സ് കൂടുമ്പോൾ 3 മന്ത്സ് കൂടുമ്പോൾ ഒക്കെ നമ്മൾ എവിടെ എത്തണം എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് എഴുതി വെക്കുക. ഇത് ഇനീഷ്യലി ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ നമ്മൾ പയ്യെ ട്രൈ ചെയ്താണ് നമുക്കത് ഒരു ബെറ്ററാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവുക. അതായത് എനിക്കെന്ത് ചെയ്യാനാ, ഞാനിനി എന്ത് ചെയ്യാനാ, അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് നമ്മളുടെ കഴിവുകളിലും നമ്മളുടെ ഒരു കാര്യങ്ങളിലും എല്ലാം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എനിക്കത് പറ്റും, എനിക്കിത് പറ്റും. നമ്മളെപ്പറ്റി നമ്മളറിയാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കും, കൂടുതൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഓരോ ചാലഞ്ച് വരുമ്പോൾ, ഓരോ ഫെയിലിയർ വരുമ്പോൾ അതിൽ വിഷമിച്ചിരിക്കാതെ ആ ഒരു ചാലഞ്ചിൽ നിന്ന്, ആ ഒരു ഫെയിലിയറിൽ നിന്ന് നമുക്കെങ്ങനെ ലെസൺ ലേൺ ചെയ്ത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് നെക്സ്റ്റ് ടൈം സക്സസ്സിലേക്ക് എത്താൻ പറ്റും. ഇതൊക്കെയാണ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക. എല്ലാ ഗോൾസും പലതും ഉണ്ടെങ്കിൽ കൂടിയും നമ്മളുടെ ഡെയിലി ബേസിസിൽ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ.
വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ളൊരു ഗോൾ ഉണ്ടെങ്കിലും നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഡിസിപ്ലിൻഡായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു സക്സസ്ഫുൾ ഹാബിറ്റാണ് ഡിസിപ്ലിൻഡായിട്ടിരിക്കുക എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നത്തെ ഒരു കാര്യമാണ് നല്ല റിലേഷൻഷിപ്സ്. നമ്മളെ ചുറ്റിനുമുള്ള ആൾക്കാരാണ് നമ്മളെ ഡിഫൈൻ ചെയ്യുക എന്ന് പറയും. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് അകലം പാലിക്കുകയും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാക്കുക, നമ്മളെക്കാൾ ഉയർന്ന നിലയിലുള്ള ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം പുലർത്താൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളും ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് നമ്മൾ നോക്കണം. ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റ് എക്സസൈസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് പോസിറ്റീവായിട്ട് വരുമല്ലോ. ഫിസിക്കലിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകേണ്ടതാണ് മെൻ്റൽ ഹെൽത്ത്. പലരും ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, പക്ഷേ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, സ്ട്രെസ്സ്, നെഗറ്റീവ് തിങ്കിങ് ഒഴിവാക്കുക, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് മെൻ്റൽ ഹെൽത്തിന്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യുക. അതുപോലെ നമ്മളെപ്പോഴും എല്ലാ കാര്യത്തിലും പറയുന്നതാണ് നമ്മൾ താങ്ക്ഫുള്ളായിട്ടിരിക്കുക. നമ്മളെപ്പോഴും എത്രയൊക്കെ വലിയ നിലയിലായാലും ആയില്ലെങ്കിലും നമ്മൾക്കുള്ളതിൽ നമ്മൾ ഏറ്റവും താങ്ക്ഫുൾ ആൻഡ് ഹാപ്പി ആൻഡ് നമ്മൾ ബ്ലെസ്ഡ് ആണെന്നുള്ളൊരു ഫീല് ഉണ്ടായാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അത് നമ്മളെ സക്സസ്സിലേക്ക് നയിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോണ്ട് സ്റ്റോപ്പ് ലേണിങ്. കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. ഒരേപോലെയുള്ള റുട്ടീനിൽ പോകുമ്പോൾ നമ്മളൊരു ബ്രേക്ക് വരുത്തിയിട്ട് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ലേൺ ചെയ്ത് ഒരു ചേഞ്ച് വരുത്തുന്നത് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനൊക്കെ എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഏതൊരു അവസ്ഥയിലുള്ള ഒരാളാണെങ്കിലും, വർക്കിംഗ് ആണെങ്കിലും ഹോം മേക്കർ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ്ലി ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് കാര്യമാണെങ്കിലും വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ കൂടിയും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കുക്കിങ്ങിലോ സ്റ്റിച്ചിങ്ങിലോ എന്തിൽ വേണമെങ്കിലും ആവാം, പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇനിയുണ്ട് പോയിൻറ്റ്സൊക്കെ, പക്ഷെ എന്നാലും ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ നമ്മൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു റിമൈൻഡറായി എന്ന് വിചാരിക്കുന്നു. എസ്പെഷ്യലി ന്യൂ ഇയർ ആവാൻ പോകുന്ന വേളയിൽ നമുക്ക് കുറച്ചൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ ഭയങ്കര ആഗ്രഹം വരുന്നൊരു സമയമാണല്ലോ. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയും കുറച്ചും കൂടി ഒന്ന് യെസ് ഐ ഹാവ് ടു ഡു ദിസ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അത് എന്താ പറയുക, സക്സസ്ഫുൾ ഹാബിറ്റ്സിനെ പറ്റി പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ ജോലിയാണ് കേട്ടോ. ഇപ്പം ജോലി വീണ്ടും ഞാൻ ആ ബ്രേക്കിനൊക്കെ ശേഷം വീണ്ടും കുറേ നേരം വന്ന് വർക്ക് ഉണ്ടാവും. അപ്പോൾ ഇനി അതിന് ശേഷമാണ് ലഞ്ച് ടൈം ആകുമ്പോഴാണ് പിന്നെ നമ്മൾ എഴുന്നേൽക്കുക. ലഞ്ചിൻ്റെയൊക്കെ ആ ഒരു ടൈം തന്നെ പ്രെയറും ചെയ്യും. മിക്കവാറും ഉച്ച സമയത്താണ് കേട്ടോ കുളിക്കലും കാര്യങ്ങളൊക്കെ. അപ്പം ഫ്രഷ് ആയിട്ടിരിക്കുമല്ലോ. രാവിലെ കുളിക്കുന്നതാണ് നല്ലെങ്കിലും എൻ്റെ ഹാബിറ്റ് എന്ന് പറയുന്നത് ലഞ്ച് ടൈമിന് മുന്നേ ആയിട്ട് കുളിക്കുക, പിന്നെ പ്രെയറ്, പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വൈകിട്ടത്തെ ടൈമായപ്പോൾ നമുക്കൊരു അതിഥി വന്നു. പശു വന്നപ്പം അതിനെ ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ നമ്മുടെ തറവാട് സൈഡിലോട്ട് പോയി. അവിടെ കുറേ ലവ് ബേർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയും ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ ആഡ് ചെയ്തതാണ്. പിന്നെ ഞാൻ പറയാറില്ലേ ഷോപ്പിംഗ് ഉണ്ടാവാറുണ്ടെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് എടുക്കുകയാണ്. വൈകിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു ഷോപ്പിംഗ് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഗ്രോസറി കിട്ടുകയും ചെയ്യും. നേരിട്ട് പോയി പർച്ചേസ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റും ഉണ്ട്. പിന്നെ എനിക്ക് അതൊരു കൈൻഡ് ഓഫ് ഗോയിങ് ഔട്ട് ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നാറ്. കാരണം എപ്പോഴും വീട്ടിലിരുന്ന് തന്നെയുള്ളൊരു
അറ്റ്മോസ്ഫിയർ ആണല്ലോ ജോലിയാണെങ്കിൽ കൂടിയും. അപ്പം ഈവനിങ് ടൈമിൽ പുറത്തിറങ്ങുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ദാ വന്നിട്ട് നമുക്ക് കിച്ചൺ ക്ലീനിങ്. തിരിച്ച് വീട്ടിൽ വന്നെങ്കിലും നമ്മുടെ ഡിന്നർ ഇന്ന് പുറത്തുനിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കിച്ചണൊന്ന് ഒതുക്കിയിട്ട് വീണ്ടും പുറത്ത് പോയിട്ട് വന്നതിന് ശേഷമായിരിക്കും കിച്ചൺ ക്ലീനിങ്. കാരണം പെട്ടെന്ന് തന്നെ ഇറങ്ങണം. നമ്മൾ പോയതൊരു വെജ് റെസ്റ്റോറൻറ്റിലാണ്. ദോശ അങ്ങനെ ഐറ്റംസൊക്കെയാണ് കേട്ടോ കഴിച്ചത്. അപ്പം മോള് പാനിപ്പൂരി ഫാനാണ്. അപ്പം അത് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കോഫി വന്നു, കോഫി കഴിക്കണം അങ്ങനെ. പിന്നെ ഞാനിപ്പം രാത്രി കോഫി കുടിക്കുന്ന പരിപാടി നിർത്തിയിട്ടോ. കാരണം ഒരു ദിവസം രാത്രി മൊത്തം എനിക്ക് സ്ലീപ്പ് പോയി. അപ്പോൾ അതോടുകൂടി ഞാൻ 8 മണിക്ക് ശേഷം ടീ കോഫി കുടിക്കുന്ന പരിപാടി, ഏത് സമയത്തും ടീ കോഫി കുടിക്കുന്നത് നല്ലതല്ല, പക്ഷേ ഇപ്പോൾ ഞാൻ എന്തായാലും 8 മണിക്ക് ശേഷം ചായ കാപ്പി കുടിക്കുന്ന പരിപാടി നിർത്തി. ആ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഒരു എക്സെപ്ഷൻ വരുന്നത് പാരഗണിൽ പോകുമ്പോഴാണ്. പാരഗണിലെ ചായ നമ്മൾ ഡിന്നറിനൊക്കെ പോവുകയാണെങ്കിൽ മിസ്സാക്കാൻ ഭയങ്കര ഒരു വിഷമമാണ്. അവിടുത്തെ നോർമൽ ടീയും പിന്നെ ഡാൻസിങ് ടീയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇനി ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരണം. അപ്പോൾ അതാ വീണ്ടും നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേനും നമ്മൾ സാധനങ്ങൾ വാങ്ങിയിരുന്നല്ലോ. അപ്പോൾ ഞാൻ എന്താ പച്ചമുളക് എടുത്ത് വയ്ക്കുകയാണ്. പച്ചമുളക് നമ്മൾ ഞെട്ടിക്കളഞ്ഞെടുത്ത് വെക്കണമല്ലോ, എന്നാലാണല്ലോ കൂടുതൽ ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ തന്നെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഇന്ന് വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണമല്ലോ. ഞാൻ നമ്മുടെ ഗ്രോസറി വെക്കുന്ന സ്ഥലത്തേക്ക് എടുത്ത് വയ്ക്കും ഇങ്ങനെ പാക്കറ്റ് സാധനങ്ങളെല്ലാം. പിന്നെ വെജിറ്റബിൾസ് ഫ്രിഡ്ജിൻ്റെ റാക്കിലോട്ട് എടുത്ത് വയ്ക്കും. അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് തന്നെ എടുത്ത് വെക്കുന്നത്. കാരണം ലേറ്റ് ആയില്ലേ, 9 ആയില്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ ജസ്റ്റ് വാങ്ങിയ സാധനങ്ങൾ, അപ്പോൾ വാങ്ങിയ സാധനങ്ങളും കൂടി ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് ഇതൊക്കെ തന്നെ ഒന്ന് അതിൻ്റെ പ്ലേസിലോട്ട് എടുത്തു വയ്ക്കണം. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ദിവസത്തെ കുറേ വിശേഷങ്ങൾ. ഒരു ലോങ് വീഡിയോ ആയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും കമൻസൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.